L2E എമ്പുരാൻ. സോ എമ്പുരാൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് എമ്പുരാൻ്റെ ടീസറൊക്കെ ലോഞ്ച് ചെയ്തിരുന്നു. സോ ലോഞ്ച് ടൈമിൽ നമ്മുടെ മമ്മൂക്കയും കൂടി അതിൽ പങ്കെടുത്തിരുന്നു. സോ ഇപ്പോൾ സോഷ്യൽ മീഡിയ എക്സിലൊക്കെ കറങ്ങി നടക്കുന്ന റൂമർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എമ്പുരാനിൽ ഒരു ഹിഡൻ ക്യാമിയോസും ഒരുപാട് കാസ്റ്റ് ആൻഡ് ക്രൂ ഔട്ട്സൈഡ് മെമ്പേഴ്സും, അതായത് നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ളവർ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ പൃഥ്വിരാജ് തന്നെ റീസെൻ്റായി ഇൻ്റർവ്യൂവിൽ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അത് നമ്മുടെ ചാനലിൽ നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ കറങ്ങുന്ന റൂമർ എന്താ വെച്ചാൽ, നമ്മുടെ മമ്മൂട്ടി ഈ ഒരു എമ്പുരാൻ സിനിമയിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ, അത് ഹിഡൻ ക്യാമിയോ ആയിട്ട് പുള്ളി ഇതിൻ്റെ അത് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട്സാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് തന്നെ. ഞാനും നിങ്ങളെപ്പോലെ വളരെയധികം എക്സൈറ്റഡ് ആണ് മമ്മൂക്ക ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളത് തീർത്ത് പറയാം. കാരണം നിങ്ങൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ പോയി കാണാതെ തന്നെ ഇരിക്കുക. കാരണം അവസാനം മമ്മൂട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണി കിട്ടാത്ത അവസ്ഥയായിട്ടും തീർച്ചയായിട്ടും മടങ്ങി വരേണ്ടി വരും. സോ ആ ഒരു എക്സ്പെക്റ്റേഷൻ വിട്ട് സാധാരണ ഒരു പടം, എമ്പുരാൻ എന്ന പടത്തിനുള്ള ഹൈപ്പ് അനുസരിച്ച് നിങ്ങൾ പോയി പടം കാണുക. എന്നാൽ മാത്രമേ അതിനുള്ള സാറ്റിസ്ഫാക്ഷൻ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എച്ച് വിനോദ് വിജയനെ വെച്ച് സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന സിനിമയാണ് ജനനായകൻ. ജനനായകൻ സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ അനിരുദ്ധാണ്. സിനിമയിൽ മൊത്തം 4 സോങ്ങാണുള്ളത്. 4ലും 2 സോങ്ങിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി 2 സോങ്ങിൻ്റെ ഷെഡ്യൂൾ വരുന്നേ ഉള്ളൂ. ജനനായകൻ സിനിമ ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ ഫിലിമാണ്. നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കറപ്ഷൻസും ബാക്കി പൊളിറ്റിക്കൽ പരമായുള്ള ഇഷ്യൂസിനെ ആസ്പദമാക്കിക്കൊണ്ട് ഉള്ള ഒരു സിനിമയാണ്. നമ്മുടെ മലയാളത്തിൽ പൃഥ്വിരാജ് അഭിനയിച്ച ജനഗണമന എന്ന സിനിമ പോലുള്ള ഒരു സിനിമയാണ് ജനനായകൻ. സോ ഈ ഒരു സിനിമ 2026 പൊങ്കൽ റിലീസിനായിട്ടായിരിക്കും എത്തുകയെന്ന് ഇപ്പോൾ റിപ്പോർട്ട്സ് പറയുന്നുണ്ട്. അത് എത്രമാത്രം കൺഫേം ആയിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. സോ കൺഫേം ആയിട്ടാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം.